അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് മുതൽ ഇന്ത്യക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടിന്റെ പണികളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോൾ ആദ്യത്തെ പണി ലഭിച്ചത് ഇന്ത്യക്കായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൈയും കാലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചായിരുന്നു ട്രംപിന്റെ ഭരണകൂടം നാടുകടത്തിയത്. ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു യുദ്ധവിമാനം നിറയെ ഇന്ത്യക്കാർ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് നാടുകടത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ നാണക്കേടിൽ നിന്നും മോദി ഭരണകൂടം ഒന്ന് രക്ഷപ്പെട്ടു വരുന്നതിനിടെ ഇന്ത്യയുടെ വ്യാപാര മേഖലയെ തകർക്കുന്ന ഒരു തീരുമാനം ട്രംപ് ഭരണകൂടം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ അമേരിക്ക ഒഴികെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള അലുമിനിയം സ്റ്റീൽ ഇറക്കുമതിക്കുള്ള തീരുവ 100% നിന്നും 25% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഈ വരുന്ന ഏപ്രിൽ 2 മുതൽ ഈ നയം നടപ്പിലാവും. ഈ നയം നടപ്പിലാവുകയാണെങ്കിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ $130 മില്യൺ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലേക്കുള്ള അലുമിനിയം കയറ്റുമതിയും 2.76 ബില്യൺ ഉണ്ടായിരുന്ന സ്റ്റീൽ കയറ്റുമതിയും ഗണ്യമായി ഇടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതോടെ ഇന്ത്യയിലെ സ്റ്റീൽ അലുമിനിയം വ്യാപാര മേഖല പ്രതിസന്ധിയിലാകും എന്ന കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം മരുന്നുകൾക്ക്, ഇന്ത്യയിൽ നിന്നടക്കം ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് അധിക തീരുവ ചുമത്തും എന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മേഖലയെ നിർണായകമായി ബാധിച്ചിട്ടുണ്ട്. ട്രംപ് മോദിയുടെ സുഹൃത്താണെന്നൊക്കെ നാട്ടിലെ മാധ്യമങ്ങൾ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വലിയ സൗഹൃദമൊന്നും ഇരുവരും തമ്മിൽ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ. ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ ഇത്ര കർശന നിലപാടെടുക്കാൻ കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും, ഉദാഹരണത്തിന് അമേരിക്കൻ നിർമ്മിത മോട്ടോർ ബൈക്കുകൾക്കടക്കം ചുമത്തുന്നത് വലിയ നികുതിയാണ്. ഈ നികുതി വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാകാത്ത പക്ഷം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇനിയും നികുതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ ഇറക്കുമതി തീരുവയിലെ വർധനവ് ഇന്ത്യയുടെ വ്യാപാര മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും ഇതിന്റെ പ്രതിഫലനം കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ പതിവ് പോലെ തന്നെ നല്ല മൗനമാണ്. അവർക്ക് നരേന്ദ്രമോദിയെയോ കേന്ദ്ര സർക്കാരിനെയോ വിമർശിക്കുക പതിവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ട്രംപ് ഭരണകൂടം ഈ നിലപാടിലാണ് തുടരുന്നതെങ്കിൽ ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ ഗണ്യമായി കുറയ്ക്കുന്ന ഒരു സംഭവ വാർത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് കേൾക്കാനാവും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ എത്ര പേർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടെന്ന് കമന്റുകളിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. എന്തായാലും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.